ഇപ്പോൾ കൊല്ലത്ത് എം മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുകയാണ്. എം മുകേഷ് MLA ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിനായി KN ബാലഗോപാൽ അടക്കമുള്ളവരുമായി അദ്ദേഹം ഇപ്പോൾ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അരുൺ, എന്താണ് വിവരങ്ങൾ? കൊല്ലത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം മുകേഷാണ് പത്രികാ സമർപ്പണത്തിനായി ഇപ്പോൾ കൊല്ലം ജില്ലാ കളക്ടറേറ്റിലേക്ക് പോകുന്നത്. കളക്ടർക്ക് മുമ്പാകെയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. മുകേഷിനൊപ്പം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, ജില്ലാ സെക്രട്ടറി S സുധേവൻ അടക്കമുള്ളവർ, LDFന്റെയും അടക്കമുള്ള പ്രതിനിധികളടക്കം ഈ പത്രികാ സമർപ്പണത്തിനുണ്ട്. CIC ഓഫീസിൽ നിന്ന് പ്രകടനമായാണ് ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തുന്നത്. കളക്ടറേറ്റിൽ എത്തിയ ശേഷം 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിക്കാൻ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അല്പസമയത്തിനകം തന്നെ കളക്ടറേറ്റിലെത്തും. വലിയ വിജയപ്രതീക്ഷ ഈ മണ്ഡലത്തിലുണ്ട്. തുടക്കത്തിനെ അപേക്ഷിച്ച് വലിയ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞു എന്ന വിശ്വാസം കൂടി എം മുകേഷ് പങ്കുവെക്കുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇടത് നേതൃത്വം, അത് കൊല്ലം ജില്ലയിലെ ഇടത് നേതൃത്വം അപ്പാടെ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഈ ആദ്യഘട്ടത്തിൽ പ്രചരണം ആരംഭിച്ച നേതാവാണ് മുകേഷ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസം തന്നെ പ്രചരണത്തിന്റെ ഭാഗം തുടക്കം കുറിച്ച് അതേ ദിവസവും മുകേഷ് പറഞ്ഞിരുന്നു എല്ലാത്തിന്റെയും തുടക്കം താൻ തന്നെ ചെയ്യും എന്നുള്ളത്. ഈ പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിവസമായ അന്ന് തന്നെ പത്രികാ സമർപ്പണത്തിന് തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഇക്കാര്യങ്ങൾ മുകേഷ് വ്യക്തത വരുത്തി. എന്തായാലും പര്യടനങ്ങളടക്കം സ്വീകരണയോടക്കം പൂർത്തിയായ ശേഷമാണ് ഈ എം മുകേഷ് നിലവിൽ ഈ പത്രിക സമർപ്പിക്കാനായി കളക്ടറിലേക്ക് എത്തുന്നത്. പ്രചരണത്തിൽ മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് ഇടത് നേതൃത്വം അവകാശപ്പെടുകയും ചെയ്യുന്നത്. അരുൺ രാജ്, വലിയ ആത്മവിശ്വാസത്തിലാണോ മുകേഷ്, അതുപോലെ തന്നെ ജില്ലാ LDF നേതൃത്വം? വേണു, LDFനെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടത്തിന്റെ മണ്ണാണ് കൊല്ലം. കാരണം RSP UDF-നൊപ്പം പോയ ശേഷം കൊല്ലം മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് വ്യക്തിപരമായി വലിയ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എം മുകേഷിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ, പരിചയപ്പെടുത്താനുള്ള ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് CPM കൊണ്ടുവരുന്നത്. ആ സ്ഥാനാർത്ഥിയിലൂടെ മണ്ഡലം തിരിച്ചെടുക്കാൻ കഴിയും, മണ്ഡലത്തിൽ വിജയമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടതു നേതൃത്വം പങ്കുവെക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ എം മുകേഷ് പറഞ്ഞത് നിഷ്പക്ഷ വോട്ടുകൾ തനിക്ക് അനുകൂലമാകും. പ്രേമചന്ദ്രനെതിരായ വികാരം എന്ന മണ്ഡലത്തിൽ തനിക്ക് പ്രകടമായിട്ടുണ്ട്. പല മേഖലയിലും, ന്യൂനപക്ഷ മേഖലയിലടക്കം വോട്ടുകൾ വലിയ രീതിയിൽ LDF കേന്ദ്രങ്ങളിലേക്ക് എത്തും, LDFന് അനുകൂലമായി എത്തും എന്ന പ്രതീക്ഷയാണ് എം മുകേഷും ഇടതുപക്ഷവും പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിഷ്പക്ഷ വോട്ടുകൾ മാത്രം മതി തനിക്ക് ജയിക്കാൻ. പാർട്ടി വോട്ടുകൾ, പാർട്ടി കേഡർ വോട്ടുകൾ, അത് നിലവിൽ പോൾ ചെയ്ത അതേ രീതിയിൽ വോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് വിജയം സുനിശ്ചിതമാണെന്ന് കൂടി എം മുകേഷ് പങ്കുവെക്കുന്നു. അതേ നിലപാടാണ് CPM-നുമുള്ളത്. കാരണം പ്രേമചന്ദ്രനെതിരായ സംഘപരിവാർ ആരോപണം അടക്കം വലിയ രീതിയിൽ മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ സദസ്സടക്കം ഈ കൊല്ലത്ത് സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയായിരുന്നു. ഇതിൽ ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിക്കുക, ന്യൂനപക്ഷ വോട്ടുകൾ ഒരു ബൾക്കായി തന്നെ, ഒരു N ബ്ലോക്കായി തന്നെ തങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇടതുപക്ഷം നടത്തുന്നുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കൊല്ലത്തെ മണ്ഡലം പ്രവചനങ്ങൾക്ക് അതീതമാകും. എം മുകേഷ് പറയുന്ന പോലെ നിഷ്പക്ഷ വോട്ടുകളായിരിക്കും കൊല്ലത്തിന്റെ ജനവിധിയെ തീരുമാനിക്കാൻ പോകുന്നത്. അരുൺ രാജ്, സാധാരണഗതിയിൽ നേരത്തെയും വ്യക്തിപരമായ ആക്രമണം പ്രേമേന്ദ്രനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് CPM-ൽ നിന്ന്, ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന്. അതൊരു വോട്ടായി മാറുന്നതുമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അത് വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ ആക്രമണത്തിന്റെ സ്വഭാവം ഉണ്ടായിട്ടുണ്ട്. അത് ഫലം കാണും എന്ന് കരുതാമോ? തീർച്ചയായും വേണു, വലിയ രീതിയിലുള്ള ജാഗ്രത എല്ലാ ഘട്ടത്തിലും ഇടത് നേതൃത്വം, CPM കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളും ഉണ്ടാകരുത് എന്ന ഓരോ തലങ്ങളിലും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM-ന്റെ ഇതുവരെയുള്ള പ്രചരണ യോഗങ്ങൾ, പ്രചരണ പരിപാടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയം ചർച്ച ചെയ്യുക, വികസനം ചർച്ച ചെയ്യുക, അത് കേന്ദ്ര സർക്കാരിനെതിരെ നേരത്തെ എടുത്ത നിലപാടുകൾ കൂടി മണ്ഡലത്തിൽ ചർച്ചയാക്കാനുള്ള തീരുമാനം ഇടത് നേതൃത്വം കൈക്കൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിമാരുടെ നീണ്ട നിര, ജില്ലയിലെ 3 മന്ത്രിമാരെയും വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുകേഷിനെ, അത് കൊല്ലം മണ്ഡലത്തിൽ വിജയം, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് CPM നടത്തുന്നത്. അതിന്റെ വാശി എല്ലാ തലങ്ങളിലും നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. മുകേഷിനെ ഇറക്കിയതിലൂടെ CPM മറ്റൊരു ലക്ഷ്യം കൂടി വെക്കുന്നു. ഈ സ്ഥാനാർത്ഥിയെ പേര് പറഞ്ഞ് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. അത് ഒരു താരപരിവേഷമുണ്ട്, താരപരിവേഷം കൂടി വോട്ടായി മാറുമെങ്കിൽ. ശരി, അരുൺ രാജാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ എം മുകേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി
LDF ജില്ലാ നേതാക്കന്മാർക്കൊപ്പം കളക്ടറേറ്റിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ളവർ മുകേഷിനൊപ്പമുണ്ട്.